ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഇൻ്റർവ്യൂവിന് എത്തിയിട്ടുള്ളത് ബഷീർ കെ ആണ്. ബഷീർ കെയെ കുറിച്ച് പറയുകയാണെങ്കിൽ EFS ലോജിസ്റ്റിക്സ് ഇന്ത്യയിലും സൗദിയിലും UAEയിലും അതുപോലെ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഏജൻസി സെറ്റപ്പുള്ള EFS ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയുടെ മാനേജിംഗ് പാർട്ണറാണ്. സാറിന് നമ്മുടെ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. ബഷീർക്ക് ഏകദേശം 25 വർഷത്തോളമായിട്ട് ഈ ലോജിസ്റ്റിക്സ് മേഖലയിലുണ്ട്. അപ്പോൾ ബഷീർക്ക് ഇപ്പോൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ വ്യാപ്തിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? താങ്ക് യു സർ, താങ്ക്സ് ഫോർ യുവർ എക്സലൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് ലോജിസ്റ്റിക്സ് ഇന്ന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഫീൽഡാകുന്നു. അത് ഞാൻ ഗൾഫിലേക്ക് പോകുന്നു കോളേജ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അന്ന് മുതലേ ഈ ഫ്രൈറ്റ് ഫോർവേഡിങ് ആൻഡ് ലോജിസ്റ്റിക്സ് നമുക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററായിരുന്നു. അങ്ങനെ യൂറോപ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു 10 വർഷം ചാൻസ് കിട്ടി. അതിന് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പാർട്ട്നേഴ്സ് വെച്ചിട്ട് EFS ലോജിസ്റ്റിക്സ് എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. എക്സ്പ്രസ് ഫോർവേഡിങ് സർവീസസ്. ദിസ് ഈസ് ഹെഡ് ഓഫീസ് ഇൻ ജിദ്ദ, റിയാദ്, ദമാം. വി ഹാവ് ഓൺ ഓഫീസ് ഡയറക്റ്റ് മാനേജ്മെൻറ്റ്. കൂടാതെ നമുക്ക് കോയമ്പത്തൂർ ഓഫീസുണ്ട്, സെയിം ടൈം ഇൻ കൊച്ചിൻ ആൻഡ് വൺ ഓഫീസ് ഇൻ കാലിക്കറ്റ് ഓൾസോ. കൂടാതെ അറൗണ്ട് ദ വേൾഡ് വി ഹാവ് ഏജൻസി സെറ്റപ്പ്. അതായത് ഏത് ഷിപ്മെൻറ്റ് എങ്ങോട്ട് അയക്കുന്നുവോ അവരുടെ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ട് ലേക്ക് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് വൺ ഏജൻറ്റ് ഓവർ ദ. ആ ഭാഗത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഈ ലോജിസ്റ്റിക്സിൽ ധാരാളം ജോബ് വേക്കൻസി ഉണ്ട് എന്ന് പറയാൻ കാരണം ഇതിന് ഡിഫറെൻറ്റ് മേഖലകളുണ്ട്. അതിൽ ഉദാഹരണമായിട്ട് ഇഫ് യു ആർ സെൻഡിങ് വൺ ഐറ്റംസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ ടു എബ്രോഡ്, നമ്മൾ ഡോക്യുമെൻറ്റേഷൻ പാർട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. ഒരു കൺട്രിയിൽ നിന്ന് ഒരു സാധനം വെളിയിലേക്ക് പോകുമ്പോൾ ആ കൺട്രിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് അല്ലേ ഈ സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് മസ്റ്റ് ടോക്ക്. ഡോക്യുമെൻറ്റ്സ് പെർഫെക്റ്റ് ആയിരിക്കണം. ആ ഡോക്യുമെൻറ്റ്സ് എവിടുന്നൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടാക്കി വാല്യുബിളായ സീലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഗവൺമെൻറ് അതർ കൺട്രിയിൽ പറയുന്ന റെഗുലേഷൻ അനുസരിച്ചിട്ടാണോ ഇവിടുന്ന് പോകുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഉദാഹരണമായിട്ട് സൗദി അറേബ്യക്ക് ഹലാലായ സംഗതികൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ദറ്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ തിങ്. അപ്പോൾ ഓരോരോ കൺട്രിയിലേക്കും വേണ്ടത് നമ്മൾ പഠിച്ചിട്ട് ചെയ്യുകയാണ്. കൂടാതെ ഇതിനകത്ത് എയർ എക്സ്പോർട്ട് എന്നൊരു ഭാഗമുണ്ട്, സീ എക്സ്പോർട്ട് ഉണ്ട്, ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട് ആൻഡ് ഇൻഷുറൻസ്. ഇതൊക്കെ ഇതിൻ്റെ ഓരോരോ സെക്ഷനുകളാണ്. അപ്പോൾ അത്രമാത്രം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നിയർലി ഒരു 10-50 ഡിപ്പാർട്ട്മെൻറ്റ് വരെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. യെസ്, കറക്റ്റ്. ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓവർ ദർ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ് ആർ ദർ. അപ്പോൾ അതിന് നമ്മളെ കുട്ടികളെ ഇവിടുന്ന് ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ പാകപ്പെടുത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ലോട്ട് ഓഫ് വേക്കൻസി ഓവർ ദർ. ഞാനും തന്നെ ഇതേപോലെ നമ്മൾ പാർട്ട്ണറും കൂട്ടി കഴിഞ്ഞിട്ട് ബിസിനസ് ചെറിയ തോതിൽ തുടങ്ങിയിട്ട് അങ്ങനെ വലുതാക്കി എടുത്താണ് സംഭവം. അതിൽ ഉദാഹരണം ഫസ്റ്റ് വി സ്റ്റാർട്ടഡ് വിത്ത് റീലൊക്കേഷൻ. ദാറ്റ് മീൻസ് മൂവിങ് ദ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. ഒരാൾ വീട്ടിലുള്ള സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് അത് അവിടുന്ന് എയർ കാർഗോ ഓർ സിയർ കാർഗോ സെൻഡിങ് ടു ദർ കൺട്രി. സപ്പോസ് കാനഡയിലേക്ക് ഒരാൾ പോകുന്നു, കാനഡ, അവർ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഒരു എസ്റ്റിമേഷൻ എടുക്കുകയാണ്. അതിനുശേഷം പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ വി ആർ മേക്കിംഗ് ദ പാക്കിംഗ് ലിസ്റ്റ്. ഈ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ തന്ന സാധനം ഇത് തന്നെയാണോ എന്നുള്ള ഡോക്യുമെൻറ്റ്സ് ശരിയാക്കിയിട്ട് സെയിം സാധനം വി ആർ സെൻഡിങ് ബൈ എയർ ഫ്രൈറ്റ് ഓർ സീ ഫ്രൈറ്റ് ടു കാനഡ. ആൻഡ് കാനഡയിൽ വി ഹാവ് ഓൺ ഏജൻസി സെറ്റപ്പ് ഫോർ ഡൂയിങ് ദ കസ്റ്റംസ് ക്ലിയറൻസ് ഫോർമാലിറ്റീസ്. അത് കഴിഞ്ഞ ശേഷം വണ്ടിയിലിട്ടിട്ട് അവരെ വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യുന്നതോട് കൂടിയിട്ട് ഓഫ് ലോഡിങ്, റിമൂവൽ ഓഫ് ഡെബ്രിസ് എന്നൊരു ഭാഗമുണ്ട്. കാരണം അതിൻ്റെ വേസ്റ്റുകളൊക്കെ വേണ്ടി ക്ലീൻ ചെയ്ത് ഒഴിവാക്കുക. ദെൻ പ്ലേസിങ്, ഓരോരോ ഐറ്റംസ് അതാത് റൂമുകളിൽ കൊണ്ടുപോയി വിടണം. ഇപ്പോൾ കിച്ചൺ വേസ്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കരുത്, ബെഡ്റൂം പോയി കഴിഞ്ഞിട്ട് റീഡിംഗ് റൂമിൽ കൊണ്ടുപോയിട്ട് വെക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ ആ സംഗതി കറക്റ്റായിട്ട് പാക്കിംഗ് ലിസ്റ്റിലും അതേപോലെ ഈ സാധനത്തിൻ്റെ മേലെ എഴുതിയിട്ട് വേണം ഇവിടുന്ന് അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറേ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളുണ്ട്. അതാണ് ഇതിൻ്റെ പ്രൊഫഷണലിസം അവിടെയാണ്. അപ്പോൾ അതോടുകൂടി സാധനം എത്തിക്കഴിഞ്ഞിട്ട് വി ആർ പ്ലേസിങ് ദ പ്രോപ്പർ പ്ലേസ് ആൻഡ് ഈവൻ ഫിക്സിങ് ആൾസോ സം ഐറ്റംസ്. ചില ആൾക്കാർക്ക് ഫിക്സിങ് വരെ ആവശ്യമാണ്. ആ കൺട്രി ചിലപ്പോൾ അതിനായിട്ട് സെറ്റപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ആൾറെഡി ഏജൻറ്റുമായി സെറ്റപ്പ് ആക്കിയിട്ട് ടാക്സി ഫിക്സ് ചെയ്യണം, ഡിഷ് ഫിറ്റ് ചെയ്യണം, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വേണം, പിന്നെ ഫേർണിച്ചർ ഫിക്സ് ചെയ്യണം. അതിനൊക്കെ എവറിത്തിങ് വി ഹാവ് ടു ഡു ദാറ്റ്. ദീസ് എ പാർട്ട് ഓഫ് ലോജിസ്റ്റിക്സ് പ്രൊവൈഡർ, സർവീസ് പ്രൊവൈഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ബഷീർ ക, ഈ ലോജിസ്റ്റിക്സ് മേഖലയിലെ ജോലി സാധ്യതയെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഓക്കെ, യെസ്, ഇതിനകത്ത് ധാരാളം ജോലി സാധ്യതകളുണ്ട്. ഉദാഹരണമായിട്ട് എയർ എക്സ്പോർട്ട് എന്നൊരു ഭാഗമുണ്ട്, സീ എക്സ്പോർട്ട് ഉണ്ട്, ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട്. ഇതൊക്കെ ഇതിനകത്ത് ജോലി സാധ്യതകൾ ഓരോ മേഖലകളാണ്. ഉദാഹരണമായിട്ട് എയർ എക്സ്പോർട്ട്. ഇപ്പോൾ സപ്പോസ് ഒരു കേസ് പ്രകാരം ഇവിടുന്ന് മാംഗോ ധാരാളം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ദമ്മാമിലേക്കും ചേർച്ചോളൂ. സപ്പോസ് വെജിറ്റബിൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഗതികൾ
പിന്നെ ഷിപ്പറുടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരിക, എന്നതിന് ശേഷം നന്നായിട്ട് പാക്ക് ചെയ്യുക, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കുക, കസ്റ്റംസ് ക്ലിയറൻസിന് കൊടുക്കുക, എന്നതിന് ഇവിടുന്ന് ഷിപ്പ് ചെയ്യുക, അവിടെ ക്ലിയറൻസ് കഴിഞ്ഞ് ഡെലിവറി ചെയ്യുക. അപ്പോൾ ഈ മേഖലയിലൊക്കെ ആൾക്കാർക്ക് പണികൾ ആവശ്യമുണ്ട്. സോ ഗോ ആൻഡ് പിക്ക് അപ്പ് ദ ഷിപ്മെൻറ്റ് ഫ്രം ദർ ആൻഡ് ഡു ദ പ്രോപ്പർ വേ ഓഫ് പാക്കിംഗ് ആൻഡ് വൺ ഗൈ ഷുഡ് ദ പ്രിപ്പയർ ദ ഡോക്യുമെൻറ്റ്സ്, വൺ ഗൈ കസ്റ്റംസിലേക്ക് ഡെലിവറി ചെയ്യുക, എന്നതിന് ശേഷം പിന്നെ എയർ ഫ്ലൈറ്റ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു എയർലൈൻസിന് കയറ്റി വിടുക. ഈ ഭാഗത്തൊക്കെ നമുക്ക് ദിർ ഇസ് എ ലോട്ട് ഓഫ് ജോബ് വേക്കൻസീസ് ആർ ദർ. കൂടാതെ ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ബൈ സീയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫെയർ കാൽക്കുലേഷൻ, അതായത് LCL എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, FCL എന്നൊരു സംഭവമുണ്ട്. 20 ഫീറ്റ് ഉണ്ട്, 40 ഫീറ്റ് ഉണ്ട്. അതായത് 20 ഫീറ്റ് എന്ന കുറച്ച് കാർഗോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 20 ഫീറ്റിനകത്ത് LCL ആക്കി ലോഡ് ചെയ്യുക, ലെസ് കണ്ടെയ്നർ ലോഡ്, അതായത് 1 ക്യൂബിക് മീറ്റർ, 2 ക്യൂബിക് മീറ്റർ. അപ്പോൾ ഈ സംഗതി നന്നായിട്ട് പാക്ക് ചെയ്യുക, ഷിപ്പറിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുത്തിട്ട് പാക്ക് ചെയ്തതിന് ശേഷം ലേബിൾ ചെയ്യുക, എന്നതിന് ശേഷം കണ്ടെയ്നറിനകത്ത് ലോഡ് ചെയ്യുക, ലോഡ് ചെയ്തിട്ട് ഷിപ്പിനകത്ത് ലോഡ് ചെയ്യുക, എന്നിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുക. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് ലേബർ പവറുണ്ട്, ഹ്യൂമൻ ബ്രെയിനും വരെ വേണം. ലോജിസ്റ്റിക്സിന് മെയിൻലി വേണ്ടത് കോമൺ സെൻസാണ്. ഷിപ്മെൻറ്റ് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെൻഡിങ് ഫോർ ഇൻ്റർനാഷണൽ ലെവൽ, ഏത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, അവിടെ പോയിട്ട് ഈ ഷിപ്മെൻറ്റ് കുടുങ്ങിപ്പോരുത് കസ്റ്റംസിൽ. അപ്പോൾ അവിടുത്തെ റൂൾസ് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഷിപ്മെൻ്റ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ കേസ് അവിടെ പോയിട്ട് അത് അവിടെ കസ്റ്റംസിൽ നോട്ട് അക്കോർഡിംഗ് ടു ദ അവർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സാധനം റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുന്ന ഷിപ്പറെ ക്യാഷ് മുന്നോട്ട് പോകും, ഫ്രൈറ്റിന് എമൗണ്ട് പോകും. അപ്പോൾ അത് കാരണം ആ ഭാഗത്ത് നന്നായിട്ട് ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യേണ്ട കുറച്ച് ഭാഗമുണ്ട്. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങൾ. അനദർ വൺ. കൂടാതെ വേറൊന്ന് ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ട്രക്കിംഗ്, ഇൻട്രസിറ്റി. ഇപ്പോൾ ഇവിടുന്ന് ബോംബെയിലേക്ക് സാധനം അയക്കുന്നു, ഡൽഹിയിലേക്ക് സാധനം അയക്കുന്നു, അതേപോലെ അവിടുന്ന് ഗുജറാത്തിൽ നിന്ന് സാധനം ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇവർ ഓരോ സ്റ്റേറ്റ് കിടക്കുമ്പോൾ എന്താണ് വാറ്റ് ഇത് പിന്നെ ടാക്സ് കൊടുക്കേണ്ടതെന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് അയക്കുന്നത്. ഈയിടെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് മണിപ്പൂരിലേക്ക് സാധനം അയച്ചു, കണ്ണൂരിൽ നിന്ന് സാധനം ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മലയാളി ഡ്രൈവർ ഇവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ട് പിന്നെ ഓരോരോ സ്റ്റേറ്റ് കവർ ചെയ്തിട്ട് മണിപ്പൂരെത്തി. ഏകദേശം 1.5 മാസം ടൈം എടുത്തു. അപ്പോൾ ഓരോരോ സ്റ്റേറ്റ് കവർ ചെയ്യുമ്പോഴും നമുക്ക് റെഗുലറായിട്ട് ഡ്രൈവറായിട്ട് നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് ഷിപ്പറെ സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വി ആർ റെസ്പോൺസിബിൾ ദാറ്റ്. അപ്പോൾ ഇതിനെന്തായി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻഷുറൻസിൻ്റെ പാർട്ടും നമ്മളെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ ഡ്യൂട്ടിയാണ്. ഇൻഷുറൻസ് കമ്പനിയെ വിളിക്കുക, ഇത്ര സാധനത്തിൻ്റെ വാല്യൂ ഉണ്ട്, എത്ര പ്രീമിയം അടക്കുക. അപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് എ മെയിൻ ഇൻ ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും ജോലി ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. കൂടാതെ മനസ്സിലായി. പിന്നെ വേറൊന്ന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, വെയർഹൗസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു സാധനം നമ്മൾ ലണ്ടനിലേക്ക് അയച്ചു. ആ ലണ്ടനിൽ ഇപ്പോൾ അവിടെ പിന്നെ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒളിമ്പിക്സിന് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഹഡിൽസിൻ്റെ ബോർഡായിരുന്നു. ഇത് കളി നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഇവൻ്റ് നടക്കുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ അല്ലെങ്കിൽ 3 ദിവസം മുന്നേ അവിടെ ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്താൽ മതി. അതുവരെ ഈ സാധനങ്ങൾ വെയർഹൗസിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ വെയർഹൗസിൽ കീപ്പ് ചെയ്യുന്ന നേരത്തെ വെയർഹൗസ് സ്റ്റോറേജ് ചാർജസ്, വെയർഹൗസിലെ പാക്കിംഗ്, അൺപാക്കിംഗ് എല്ലാ സാധനവും ഒന്നിച്ച് വേണ്ടി വരില്ല. അപ്പോൾ ആ പാക്ക് പൊളിച്ചിട്ട് ആവശ്യമുള്ള സാധനം മാത്രം റീപാക്ക് ചെയ്യണം, എന്നതിന് ശേഷം റെസ്റ്റുള്ളത് മാറ്റി വെക്കണം. പിന്നെ ഇതിൻ്റെ ഇൻവെൻട്രി എടുക്കണം, എപ്പോഴെത്ര ബാക്കിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ജോബ് വേക്കൻസീസ് ആർ ദർ. അപ്പോൾ അങ്ങനെ ഈ സാധനം അവിടെ എത്തിക്കുക. എന്നതിന് ശേഷം സ്പോർട്സ് ഇവൻറ്റ്സ് കഴിഞ്ഞ ശേഷം ഇത് അവിടുന്ന് വീണ്ടും കളക്ട് ചെയ്ത് വെയർഹൗസിൽ കൊണ്ടുവന്ന് റീപാക്ക് ചെയ്ത് നെക്സ്റ്റ് ഷിപ്പിൽ അവിടുന്ന് ഇന്ത്യയിലേക്ക് അയക്കണം, അല്ലെങ്കിൽ ഏത് കൺട്രിയിൽ നിന്നാണ് കൊടുത്തിട്ട് അയക്കണം. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്പറേഷൻസ് ഓവർ ദർ. അപ്പോൾ ആ നിലക്ക് ഇതിവിടെ നല്ല ജോബ് വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ആൻഡ് ക്ലറിക്കലി ദർ ഇസ് എ ലോട്ട് ഓഫ് ജോബ് വേക്കൻസീസ് ആർ ദർ ഇൻ ലോജിസ്റ്റിക്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഫിസിക്കലി നമ്മൾ കാണുന്ന സംഭവങ്ങൾ, മൂവ്മെൻറ്റ്സ് ഒക്കെ. യെസ്, ദിസ് ഇസ് വൺ ഓഫ് ക്വസ്റ്റ്യൻ. ബട്ട് അപ്പോൾ ബഷീർക്ക, നമ്മൾ ഈ ലോജിസ്റ്റിക്സിൻ്റെ ഒരു കോഴ്സ് ചെയ്ത ഒരാൾക്ക് എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും? യെസ്, ദിസ് ഇസ് അനദർ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അതായത് ഈ ലോജിസ്റ്റിക്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത് മാർക്കറ്റിങ്ങിന് പോവാം, ബിസിനസ് പിന്നെ നമുക്ക് പോയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യങ്സ്റ്റേഴ്സിന് ദേ ക്യാൻ ഗോ ടു ദ ഫാക്ടറീസ്, അവിടെ പോയിട്ട് എക്സ്പോർട്ട് ഉണ്ടോ ഇമ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരതിൽ മാർക്കറ്റിംഗ് നടത്താം. കൂടാതെ ഈ മാർക്കറ്റ് ചെയ്തൊരു ഷിപ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓഫീസിലെ സ്റ്റാഫിന് ഇതേപോലെ മാനിഫെസ്റ്റ് റെഡിയാക്കണം, ഇൻവോയ്സിങ് റെഡിയാക്കണം, അതേപോലെ പാക്കിംഗ് ലിസ്റ്റ് റെഡിയാക്കണം, കസ്റ്റം ക്ലിയറൻസിനുള്ള ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കണം. ഇതെല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുപോകാൻ ഈവൻ ലേഡീസ് ആയാലും ശരി, ഗേൾസ് ആയാലും ശരി, സ്റ്റാർട്ടിംഗ് ഉള്ള കുട്ടികളായിരുന്നുണ്ടെങ്കിൽ ആരായിരുന്നുണ്ടെങ്കിലും അതിന് ദർ ഇസ് എ ലോട്ട് ഓഫ് ചാൻസസ് ആർ ദർ. അപ്പോൾ ആ ഡോക്യുമെൻറ്റേഷൻ വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൂടാതെ ഒരു ഇൻവോയ്സ് എങ്ങനെ ചെയ്യണം, ഒരു ഷിപ്മെൻറ്റ് മുകളിൽ നിന്ന് അയക്കുന്നു പിന്നെ മലേഷ്യയിലേക്ക്, ആ ഷിപ്മെൻറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഫെയർ കാൽക്കുലേഷൻ,
അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫിന് ചെയ്യാവുന്നേ ഉള്ളൂ. അതുണ്ടായി കഴിഞ്ഞിട്ട് ഈ ഇൻവോയ്സ് പ്രിൻറ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. ദെൻ ദേ ഹാവ് ടു ടെൽ ദം ടു ട്രാൻസ്ഫർ ദിസ് മണി. ക്യാഷ് എത്തിക്കഴിഞ്ഞ ശേഷം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ അക്കൗണ്ടിൻ്റെ പോസ്റ്റിലുള്ള ആൾ ആവശ്യമാണ്. ക്യാഷ് കിട്ടാൻ ഡിലേ വന്നു കഴിഞ്ഞാൽ ഫോളോ അപ്പ് ആവശ്യമാകുന്നു. ചിലത് ബാഡ് ഡെറ്റ്സായി പോകും. അതിന് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? അപ്പോൾ ആ കസ്റ്റമറിന് ഉപയോഗിക്കണ്ടേ എന്നുള്ള കാര്യം. ചിലത് കേസായി പോകും. അപ്പോൾ കേസ് ഫോളോ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഇവിടെ ഓഫീസിൽ ധാരാളം വർക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. പിന്നെ ടെലി സെയിൽസ് എന്നൊരു സംഭവമുണ്ട്. പുതിയ പുതിയ കമ്പനി വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക, ഡു യു ഹാവ് എനിത്തിങ് ടു എക്സ്പോർട്ട്? അപ്പോൾ അതിനുള്ള ഡയറക്ടറിയിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ട് കമ്പനിയെ കോൾ ചെയ്യുക, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പർച്ചേസ് മാനേജറോട് ചോദിക്കുക, ഇഫ് യു ഹാവ് ടു സെൻഡ് സം ഐറ്റംസ് വി ആർ റെഡി ടു ഫോർവേഡ്. അത് എന്തെങ്കിലും സാധനം കൊണ്ടുവരണമെങ്കിൽ വി ആർ റെഡി ടു ഹാൻഡിൽ യുവർ ഷിപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെലി സെയിൽസ് വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ തിങ്. പിന്നെ ഷിപ്മെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ, വെയർ ഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ ഫിസിക്കലി ഇതെല്ലാം പറഞ്ഞ പ്രകാരം തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഫിസിക്കലൊക്കെ ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കാം. ദാറ്റ് ഇസ് ഓഫീസിലുള്ള ആൾക്കാർ സ്റ്റാഫാണ്. ഡാമേജ് വല്ലതും ഉണ്ടോ, ഡാമേജ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഈ സാധനം കേടുവന്നു, ഇതിനെത്ര മിസ്സുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 2000 മൊബൈൽ ചൈനയിൽ നിന്ന് ഒന്ന് വെച്ചോളൂ. വെയർ ഹൗസ് തുറന്ന നേരത്ത് കുറച്ച് മിസ്സായിട്ടുണ്ടാവും. ചിലപ്പോൾ കസ്റ്റംസിൽ എവിടെയെങ്കിലുമൊക്കെ തുറന്നിട്ട് ലോക്ക് ചെയ്യുന്ന നേരത്തെ എവിടെ വീണ് പോയിട്ടുണ്ടാവും. അപ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ തിങ് ഓഫ് ദിസ് ഓഫീസ് സ്റ്റാഫ്. അപ്പോൾ പിന്നെ ചില ആൾക്കാർ ഷിപ്മെൻറ്റ് നമ്മൾ വെയർ ഹൗസിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഡെസ്പാച്ച് ചെയ്തിട്ട് ബാക്കി എത്ര ഉണ്ട് എന്നുള്ളത് ചോദിക്കും കമ്പനി. അപ്പോൾ ഇൻവെൻട്രി റിപ്പോർട്ട് കൊടുക്കണം. അത് ഓഫീസ് സ്റ്റാഫിനാണ്. അപ്പോൾ ദർ ഇസ് ലോട്ട് ഓഫ് ജോബ് വേക്കൻസി ഇൻ ഓഫീസ് ആൾസോ. അപ്പോൾ അതാണ് അതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ കമ്പനികളെ കുറിച്ചിട്ടൊന്ന് പറയുകയാണെങ്കിൽ മീൻസ് ഏതൊക്കെ കമ്പനികളിലായിരിക്കും നമ്മൾ? ഫസ്റ്റ്ലി മാനുഫാക്ചറിങ് കമ്പനീസ്, അതായത് ഫാക്ടറികളിൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സാധനങ്ങൾ അയക്കേണ്ട ഒരു ഘട്ടം വരും. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് പോയി. അവർ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊറോട്ട. ഈ പൊറോട്ട ഓസ്ട്രേലിയ, കാനഡ, UK ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ മലയാളികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റുകൾക്ക് ഈ സാധനം ആവശ്യമുണ്ട്. നമ്മളെ പൊറോട്ട കഴിക്കാൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഫാക്ടറിയിൽ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ അവർക്ക് ഈ സാധനം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണം ഓസ്ട്രേലിയയിലേക്ക്. അപ്പോൾ ഏതൊക്കെ ആണ് അവിടെ ഓസ്ട്രേലിയയിൽ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ ആ പാക്കറ്റിൻ്റെ മേലെ എത്രമാത്രം ഇതിന് പ്രോട്ടീന്, വൈറ്റമിൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ലേബിൾ ചെയ്യണം. മെയ്ഡ് ഇൻ എഴുതിയിരിക്കണം. പാക്ക് വളരെയധികം അട്രാക്റ്റീവായിരിക്കണം. ഈ വക സംഗതികളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. എന്നാൽ അവിടെ കസ്റ്റം ക്ലിയറൻസ് നമ്മൾ പാസ്സാവുള്ളൂ. അല്ലാണ്ട് ഷിപ്മെൻറ്റ് റിജക്റ്റ് ആവും. അപ്പോൾ ഫാക്ടറിയിലാണ് ബിസിനസ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് സാധനം പിക്ക് ചെയ്യുക, കസ്റ്റം ക്ലിയറൻസ് നടത്തുക, ഫ്രൈറ്റ് ഡെസ്റ്റിനേഷനിൽ ക്ലിയറൻസ് കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്യുക. പിന്നെ ചില ആൾക്കാർ ഫാക്ടറിയിൽ സാധനങ്ങൾ മിഷനറീസൊക്കെ ഉണ്ടാവും, ഡാമേജ് ആയിട്ടുണ്ടാവും. ഈ മിഷനറി വന്നിട്ടുള്ളത് ചിലപ്പോൾ ജപ്പാനിലായിരിക്കും. അപ്പോൾ ഈ മിഷനറി ഇവിടെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേ മിഷനറി ജപ്പാനിലേക്ക് അയച്ചിട്ട് റിപ്പയർ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരണം. അതൊരു ബിസിനസ് ഒരു പോയിൻ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഷിപ്മെൻറ്റ് ഫാക്ടറി പോയി കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് എനിത്തിങ് ഡാമേജ് ഐറ്റംസ് ഞങ്ങൾ വി വിൽ ഡു ദ പാക്കിംഗ് എന്നിട്ട് റിപ്പയർ ചെയ്യുന്ന പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റും. അതിൽ കസ്റ്റം ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സിബിഷൻ നടക്കും. എക്സിബിഷൻ നടക്കുന്ന നേരത്ത് എക്സിബിഷനുകൾക്കുള്ള പല സംഗതികളും വെളിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ സാധനങ്ങൾ അവിടുന്ന് വന്ന് ക്ലിയറൻസ് കഴിഞ്ഞ് ഈ എക്സിബിഷൻ ഹാളിൽ പ്ലേസ് ചെയ്യുക. എക്സിബിഷൻ കഴിഞ്ഞ ശേഷം റീപാക്ക് ചെയ്തിട്ട് സെയിം കൺട്രിയിലേക്ക് അയക്കുക. ഉദാഹരണമായിട്ട് പുതിയ കാറ് വരുന്നു, ഇന്നോവയുടെ പുതിയ മോഡൽ ഫ്രം ജപ്പാൻ. അപ്പോൾ ഈ കാറ് വരുന്ന ഷിപ്പിലായിരിക്കും. ഷിപ്പിൽ നിന്ന് സാധനം ക്ലിയർ ചെയ്തിട്ട് ഇവിടെ പിന്നെ എറണാകുളത്തോ എവിടെ ഇറ്റ് അവിടെ എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റാൻഡിന് മേലെ പ്ലേസ് ചെയ്യുക. ഒരാഴ്ച എക്സിബിഷൻ കഴിഞ്ഞ ശേഷം അതേപോലെ സാധനം കൊടുത്ത് വണ്ടിക്ക് എത്തിച്ച് തിരിച്ചങ്ങോട്ട് വിടുക. ഇറ്റ് ഈസ് ടു ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ പല മേഖലയിലും പല വിധത്തിലുള്ള ഹാൻഡ്ലിംഗ് ആണ് ഷിപ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ടു ഇൻട്രസ്റ്റിംഗ്. ദർ ഇസ് എ ലോട്ട് ഓഫ് ജോബ് ഓവർ ദർ. അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ജോലി ഏതൊക്കെ കമ്പനികളിലാണ് കിട്ടുക? ഏത് ഫോർ എക്സാമ്പിൾ ഒരു ബിഗ് MNCs അങ്ങനെയുള്ള ഉദാഹരണമായിട്ട് DHL ജോലി കിട്ടും. DHL, UPS എന്ന് പറഞ്ഞ വലിയ കമ്പനിയാണ്, അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്, അതിൽ കിട്ടും. അരമാക്സ് ദറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ബിഗ് കമ്പനി. പിന്നെ ഫെഡെക്സ് അതിനകത്ത് സാധനം കിട്ടും. അതേപോലെ ആമസോണിൽ കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ സാധനങ്ങൾ വരുന്നു, സെഗ്രിഗേറ്റ് ചെയ്യുന്നു, അത് ഡെസ്പാച്ച് ചെയ്യുന്നു, ബാക്കി സ്റ്റോക്ക് എടുക്കുന്നു, പോകാത്ത ഷിപ്മെൻറ്റിനെ പറ്റി റിപ്പോർട്ട് കൊടുക്കുന്നു. പിന്നെ 24 hours ദേ ആർ വർക്കിംഗ് നൗ ഡേയ്സ്. ആ ഒരു ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ടായിരിക്കും. അതിനൊക്കെ ബേസിക്കായിട്ട് ലോജിസ്റ്റിക്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് വൈ ഐ എം ടെല്ലിങ് യു ദർ ഇസ് എ പ്ലെൻറ്റി ഓഫ് ചാൻസ് ഇൻ ദിസ് ഫീൽഡ്. അപ്പോൾ ജോലി കിട്ടുന്നതൊക്കെ ഇൻ്റർനാഷണൽ ലെവൽ കമ്പനികളിലായിരിക്കും. ഇൻ്റർനാഷണൽ ലെവലിലായിരിക്കുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും, നമ്മളെ ലാംഗ്വേജ് സ്റ്റൈൽ മാറും, നമ്മളെ ബോഡി ലാംഗ്വേജ് മാറും, നമ്മളെ കപ്പാസിറ്റി കൂടും, കാപ്പബിലിറ്റി കൂടും, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും.
സംബഡി ദേ വിൽ കോൾ ഡയറക്ട്ലി ഫ്രം ഔട്ട്സൈഡ് വാട്ട് ഇസ് ദ സ്റ്റാറ്റസ്, എത്ര കഴിഞ്ഞ് പീസ് കൂടെ ബാക്കിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും കൂടിയും പഠിക്കാനുള്ള അവസരവും നമ്മൾ വേറെ ലെവലിലേക്ക് എത്തും ചെയ്യും.